നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ വെട്ടം കൂടിയ ഹെഡ്ലൈറ്റ് ബൾബ് ഇടുന്നത് ശരിക്കും ഓപ്പോസിറ്റ് വരുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ? ഇതൊരു സംശയം മാത്രമല്ല, വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എബി മാത്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വൈ ആർ യു പ്രൊമോട്ടിംഗ് ഹൈ പവേർഡ് LED ലൈറ്റ്സ്? ദിസ് ലൈറ്റ് വിൽ ഗീവ് ലൈറ്റ് ടു ദ ഓണർ അറ്റ് നൈറ്റ് ബട്ട് വിൽ ബ്ലൈൻഡ് ദ അതർ ഡ്രൈവേഴ്സ്. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ വെട്ടം കൂടിയ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നവർക്ക് ശരിക്കും ബുദ്ധിമുട്ട് വരും. അവരുടെ കണ്ണിലോട്ട് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് അടിക്കും. പക്ഷെ നമുക്ക്, അതായത് ഞാനിപ്പം വെട്ടം കൂടിയ ബൾബാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര ഉപകാരമായിരിക്കും, ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ഭയങ്കര ഉപദ്രവമായിരിക്കും. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് തെറ്റിപ്പോയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ആ ഒരു തെറ്റ് ഞാൻ തിരുത്തി തരാം. നമ്മളൊരു വാഹനത്തിൽ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് നമുക്കതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് മര്യാദയ്ക്ക് ഇടാൻ പറ്റും, അതൊരു ഓപ്ഷൻ. അതായത് മര്യാദയ്ക്ക് എനിക്ക് വെട്ടം കണ്ട് അല്ലെങ്കിൽ വഴി കണ്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ. 2, എനിക്കും വഴി കാണണം, ബാക്കിയുള്ളൊരുത്തന് ഒറ്റ ഒരു സാധനവും കാണണ്ട, എനിക്ക് നല്ല രീതിക്ക് വഴിയും കാണണം, ആ പൊക്കത്തുള്ള പ്രദേശം എല്ലാം കാണണം എന്നുള്ള രീതിക്ക് എനിക്ക് ഓടിക്കാം. അതായത് 2 രീതിക്ക് എനിക്ക് ഓടിക്കാം. ഇതിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ലോ ബീമും, രണ്ടാമത് ഞാൻ പറഞ്ഞത് ഹൈ ബീമിൻ്റെ കാര്യം. അതായത് ലോ ബീം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വെട്ടം കാണണം, എനിക്ക് വഴിയെല്ലാം നല്ല വൃത്തിയായിട്ട് കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ സാധിക്കണം, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കാത്ത രീതിയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പോയിൻ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ബാക്കിയുള്ളൊരു വ്യക്തിക്ക് ഞാൻ ബുദ്ധിമുട്ട് കൊടുക്കാത്ത രീതിയിൽ എനിക്ക് വാഹനം ഓടിക്കാൻ സാധിക്കണം. അതായത് ഓപ്പോസിറ്റ് വരുന്നൊരു വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് ഒരു ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഡിം ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് നേരെ താഴോട്ട് പോകുന്ന ലൈറ്റാണ്. അതായത് റോഡ് വിസിബിലിറ്റിയാണ് അത് ക്ലിയർ ആക്കുന്നത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, വെട്ടം കൂടിയ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരാളുടെ കണ്ണടിച്ചു പോകുമോ എന്നുള്ളൊരു ചോദ്യം തെറ്റാണ്. പക്ഷേ അവിടെ വാഹനം ഓടിക്കുന്ന ഞാനും കൂടെ വിചാരിക്കണം, ഞാൻ കൂടിയ ലൈറ്റ് ഇട്ട് എൻ്റെ ഭാഗം ക്ലിയർ ആക്കി എൻ്റെ സൈഡ് കാണത്തക്ക രീതിയിൽ ലോ ബീം ഇട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. പക്ഷേ വെട്ടം കൂടിയ ബൾബിട്ട് ഹൈ ബീം ഇട്ട് ഓടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അത് തെറ്റാണ്. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഈ കൂടിയ ബൾബ് ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വെട്ടം കൂടിയ ബൾബ് ഇടുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ബീം യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇത് എപ്പോൾ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരാത്ത സമയത്തോ, വഴി കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരുമ്പോൾ ഓഫ് ആക്കി കൊടുക്കുക എന്നുള്ളൊരു മര്യാദ നമ്മൾ ഉറപ്പായിട്ടും കാണിച്ചിരിക്കണം. അത് ശരിക്കും ഒരു മര്യാദയാണ്. കാരണം അത് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും കിട്ടുന്ന ഒരു മര്യാദ ആയിരിക്കണം. കാരണം നമ്മൾ ഡിം ആക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നയാളും ഡിം ആക്കി തരണം. അത് ശരിക്കും ഒരു മര്യാദയുടെ ഭാഗം തന്നെയാണ്. ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹെഡ്ലൈറ്റ് കൂടിയതോ അല്ലെങ്കിൽ വെട്ടം കൂടിയത് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ വെട്ടം കൂടിയത് ഇടുകയാണെങ്കിൽ പോലും നിങ്ങളത് ഡിം ആക്കി കൊടുക്കുക എന്നുള്ളൊരു മര്യാദയും കൂടെ കാണിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊന്നും എല്ലാ വീഡിയോസും ഷെയർ ചെയ്യാൻ പറയില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കണം. വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഹൈ ബീം എന്താണ്, ലോ ബീം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. എപ്പം ഹൈ ബീം യൂസ് ചെയ്യണം, എപ്പം ലോ ബീം യൂസ് ചെയ്യണം. വാഹനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുമ്പോൾ തൊട്ട് നിങ്ങൾ ലോ ബീം മാത്രം യൂസ് ചെയ്യാവുള്ളൂ. ഹൈ ബീം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വഴിയുടെ വിസിബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരുന്നില്ല, വഴിയുടെ വിസിബിലിറ്റി കിട്ടുന്നില്ലെങ്കിൽ ഹൈ ബീം ഇടാം. ആവശ്യം കഴിഞ്ഞാൽ ഹൈ ബീം ഓഫ് ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ പോലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും.